കാഴ്ചയല്ല നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവത്രേ. സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ വിശ്വസിക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അടുത്തത്, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ജീവന്റെ അപ്പമാകുന്ന യേശുവിനെ നമുക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവ് ഏൽപ്പിച്ചു തന്ന ദൗത്യമാണ് മേശമേലിരിക്കുന്ന അപ്പവിരുന്നത്. അപ്പമമ്മാവുകൊണ്ട് പലരായ നാം ഒരപ്പത്തിന്റെ അംശികൾ ഒരു പാനപാത്രം പങ്കുവയ്ക്കുന്നു. സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്ന യേശു നമുക്ക് യേശുവിനെ അനുഭവിക്കുവാൻ തക്കവണ്ണം സ്ഥാപിച്ച് ഒരുക്കിയ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് നമ്മളിപ്പോൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. മേശമേലിരിക്കുന്ന അപ്പവും വീഞ്ഞും ശോധന ചെയ്തിട്ട് കഴിക്കണമെന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞതാണ്. അത് പല അർത്ഥത്തിൽ നമ്മൾ ശോധന ചെയ്യണം. ഒന്നാം, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ മാംസരക്തങ്ങളെ കുറിച്ചുള്ള ശോധന. രണ്ട്, നാം നമ്മെ കുറിച്ചുള്ള ശോധന. ഇതെല്ലാം ശോധന ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ഇത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അപ്പം, മുന്തിരി പിഴിഞ്ഞ് അതിന്റെ മുന്തിരി ചാറാണ് ഈ പാനപാത്രത്തിലിരിക്കുന്നത്. ഈ അപ്പത്തിനും ഈ മുന്തിരിച്ചാറിനും ഒരു മാറ്റവും ഇല്ലേയില്ല. അത് ഗോതമ്പപ്പവും മുന്തിരി നീരും മാത്രമാണ്. എന്നാൽ സകലത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് വിശ്വാസമാകയാൽ വിശ്വാസത്താൽ ഈ ഗോതമ്പപ്പത്തെ യേശു ക്രിസ്തുവിന്റെ മാംസരക്തങ്ങളെന്ന് ആ തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ അനുഭവത്തോടെ നാം ഇപ്പോൾ അത് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ അപ്പവീഞ്ഞുകൾക്ക് വേണമെങ്കിൽ യേശുവിന് മാംസരക്തങ്ങളാക്കി മാറ്റാൻ കഴിയും. അതിനുള്ള അധികാരമുണ്ട്. ഏതുപോലെ കാനാവിലെ കല്യാണ വീട്ടിൽ പാത്രത്തിൽ നിറച്ച വെള്ളം ഇനി കോരി വിളമ്പിൻ എന്ന് പറഞ്ഞപ്പോൾ അത് മേൽത്തരം വീഞ്ഞായി മാറിയതുപോലെ യേശുവിന്റെ കൽപ്പനയാൽ ഈ അപ്പവീഞ്ഞുകളെ മാംസരക്തങ്ങളാക്കി മാറ്റാം. എന്നാൽ അത് പിൽക്കാലത്തൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ വേണ്ട. ഇത് വിശ്വാസത്താൽ മാംസരക്തങ്ങളായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ക്രമീകരണം ചെയ്തു. അപ്പൊ നമ്മളിത് പങ്കുവയ്ക്കാൻ പോകുമ്പോൾ അപ്പത്തിനോ ഇതിനോ മാറ്റം വന്നിട്ടില്ല. എന്നാൽ നമ്മിലുള്ള വിശ്വാസത്താൽ നമുക്ക് യേശു ക്രിസ്തുവിന്റെ മാംസരക്തങ്ങളായി പങ്കുവയ്ക്കാൻ പോകുന്നു. 2025 വർഷം മുമ്പ് ഗത്സമന തോട്ടം മുതൽ ഗോൽഗോത്ത വരെ പിളർക്കപ്പെട്ട ശരീരം ചാട്ടവാറടിയേറ്റും ആണിപ്പാടുകൾ കൊണ്ടും പിന്നെ കുന്തം കൊണ്ടും താടിരോഗങ്ങൾ പിഴുതു പറിച്ചും ഒക്കെ കണ്ടാൽ ആളല്ലാത്ത വിധമായി തീർന്നത്
നമ്മുടെ വീണ്ടെടുപ്പിന്റെ മറുവിലയായ യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ നമ്മളിപ്പോൾ പാനപാത്രത്തിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നു. ഗെത്സമനം തോട്ടം മുതൽ ആ പട്ടാളക്കാർ ചാട്ടവാറ് കൊണ്ടടിച്ച് അവസാനം അരമനമുറ്റത്ത് കെട്ടപ്പെട്ട് ഒന്ന് കുറയെ 40 അടിയടിച്ച് ഉളവജാലികൾ പോലെ ഉഴുതു പൊളിച്ച ശരീരത്തിന്റെ കൂട്ടായ്മ ഇപ്പോൾ ഈ മുറുക്കപ്പെടുന്ന അപ്പത്തിലൂടെ നാം പങ്കുവയ്ക്കാൻ പോകുന്നു. ഒരു വലിയ സവിശേഷത നമുക്ക് പറയാനായിട്ടുള്ളത്, ലോകത്തിലെ എല്ലാ സംഘടനകളും മെമ്പർഷിപ്പിന്റെ ഫീയും കൊടുത്ത് തയ്യാറാക്കുമ്പോൾ ഇത് മാംസരക്തങ്ങളുടെ കൂട്ടായ്മയാൽ പങ്കുവയ്ക്കുന്ന ഒരു ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു എന്ന് നമ്മുടെ കർത്താവ് പ്രഖ്യാപിച്ചു. അപ്പോ ഒരേ അപ്പത്തിന്റെ അംശങ്ങളായി മറ്റു ലോകത്തിലുള്ള എല്ലാ സംഘടനകളും ഒരു അപേക്ഷാപൂർവം എഴുതി ഒപ്പിട്ടു. ഫീസ് എത്രയുണ്ടോ അത് കൊടുത്താൽ അങ്ങനെ ആ ബന്ധമായി തീർന്നു. ഫീസ് തീർന്നു, കടലാസ് വലിച്ചേറി കളഞ്ഞു, ആ ബന്ധം തീർന്നു. എന്നാൽ ഇതങ്ങനെയുള്ള ബന്ധമല്ല. ഇത് നിത്യതയോളം നിലനിൽക്കുന്ന ബന്ധമാണ്. യേശുവിന്റെ മാംസരക്തങ്ങളുടെ കൂട്ടായ്മയുടെ ബന്ധമാണ്. അപ്പം പലരായി നാം ഒരു ശരീരമാകുന്നു, യേശുവിന്റെ ശരീരമാകുന്നു, ഒരു രക്തമാകുന്നു നമ്മിൽ ഒഴുകുന്നത്. അത് യേശുവിന്റെ രക്തമാണ്. ഒരു വലിയ ബന്ധത്തിലേക്കാണ് ഇത് നമ്മെ അടുപ്പിക്കുന്നത്. ഇത് അവന്റെ ഓർമ്മയെ പുതുക്കുമ്പോൾ തന്നെ ഈ വലിയ അനുഭവം നമുക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ, ഈ കൃപയിലേക്ക് വന്നാൽ പിന്നെ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കരുതുക. സമ്പത്ത് കാലത്തും ആപത്ത് കാലത്തും എല്ലാ അനുഭവത്തിലും കൂട്ടായ്മ പങ്കുവെച്ച് ക്രിസ്തുവിൽ ഒന്നാകുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അർത്ഥം. ഒന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ അവരെല്ലാവരും ഏക മനസ്സുള്ളവരായിരുന്നു, ഏക ചിന്തയുള്ളവരായിരുന്നു. തിരുവെഴുത്ത് വായിക്കുന്ന പോലെ ഇന്ന് നമുക്ക് വിശ്വാസത്തിനായും പൂർത്തീകരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ മുമ്പാകെ ഇരിക്കുന്ന അപ്പവീതികളെ പങ്കുവയ്ക്കുവാൻ നമുക്ക് കൃപാസനത്തോടടുത്ത് വരാൻ, തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വണങ്ങാം. നമ്മുടെ ഈ ജഡത്തിൽ